ഷീ ഈസ് എ വെരി നൈസ് ഗേൾ. Yeah. She is the beauty of life. So that we sleep in the night. Good night. പേര് ഉമ്മ. എന്താ ഉമ്മ? അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിക്കാൻ വേണ്ടിയാണോ? 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എന്താ പേര് പറഞ്ഞേ? ആ യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി. 2000 നിൽക്കും. ഓ പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ഒരു മിനിമം വോളിയത്തിൽ വിടു മനുഷ്യ. നാട്ടുകാര് കേക്കും. ചപ്പാത്തി കൊണ്ടുവന്നില്ലേ? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. ഇല്ലമ്മേ ഇല്ല, എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ പോടാന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. എന്താണ് ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? ചോദ്യം വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. Abdo. Sir, question for? What is the surface tension of oil in water? Sir, I was absent, sir. Get out. You are coming, madam. We are coming up. ഞാനകത്തോട്ട് വന്നോട്ടെ മാഡം. പ്രസംഗ മത്സര വേദിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജില് അവനും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ വാങ്ങി കൊടുക്കണ്ടേ? ഡയമണ്ടോ? നല്ല രസല്ലേ? ഒന്നും അറിയണ്ട. നമ്മള് ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും വീട്ടിലങ്ങോട്ട് കേറി ചെല്ലേണ്ട താമസം. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തൊക്കെയാ വേണ്ടേ? കാണാം. നിങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആരാണ്, എന്റെ വ്യക്തിത്വം എന്താണ്, ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു കുറ്റപ്പെടുത്തല്? കേട്ട് കേട്ട് എനിക്ക് മടുത്തു. ഒരു വീടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് നീ മറക്കുന്നു. ഭാര്യയുടെ ഏത് കടമയും ഞാൻ ചെയ്യാത്തത്? ഫർണിച്ചർ സ്ഥാനം തെറ്റാതെ സൂക്ഷിക്കുന്നതാണോ ഭാര്യയുടെ കടമ? അതോ അന്നത്തെ പത്രം എടുത്ത് മാറ്റുന്നതോ? അതോ ടിവിയിലെ പൊടി തുടയ്ക്കുന്നതോ? അതും ഒരു ഭാര്യയുടെ കടമപ്പെടും. സ്വന്തം വീടിനെയും ഭർത്താവിനെയും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നവളാണ് ഭാര്യ. എന്നാലേ അങ്ങനെ ഒരു എവിടെന്നെങ്കിലും കൊണ്ടുപോവാ. എനിക്ക് വീട്ടു ജോലിക്ക് ഇന്ന് ശീലമില്ല. പിന്നെ നീ എന്തോന്നിനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. സുശീല. എന്റെ ചേട്ടൻ സുഗുണൻ. അനിയന്റെ പേര് ഇച്ചിരി ഫാഷൻ പേരാ, സുമേഷ്. మాహిష్మతి ఊపిరి పీల్చుకో, బాహుబలి తిరిగొచ్చాడు.